കുഞ്ഞാലിക്കുട്ടിയോട് കലഹിച്ച് ലീഗിൽ നിന്ന് പുറത്തുപോയ ഹംസ പൊന്നാനിയിൽ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥിയാണ്, CPM-ൻ്റെ സ്ഥാനാർത്ഥിയാണ്. അങ്ങനെ പറയുന്നതാണ് ശരി. അതൊരു പേയ്മെൻറ്റ് സീറ്റാണോ? ഇപ്പോഴത്തെ പൊളിറ്റിക്സിലൊന്നും പറയാൻ പറ്റില്ല സാറേ. പക്ഷേ KS ഹംസയുടെ ഏറ്റവും വലിയ ശക്തി മൂലധനം തന്നെയാണ്, പണം തന്നെയാണ്. കുഞ്ഞാലിക്കുട്ടിയോട് പണം കൊണ്ടും പ്രതാപം കൊണ്ടും പൊരുതിയിട്ടാണ് KS ഹംസ പുറത്തു പോകേണ്ടി വന്നത്. കുഞ്ഞാലിക്കുട്ടിയോട് പൊരുതി നിൽക്കാൻ ഇന്നത്തെ കാലത്ത് ചില്ലറ ആസ്തി പോരാ. അപ്പം അതുകൊണ്ട് ഹംസക്കാനെ പോലെ ഒരാൾക്ക് ഇടതുപക്ഷം സീറ്റ് കൊടുത്തു എന്ന് പറഞ്ഞാൽ ന്യായമായും ചോദിക്കാവുന്നൊരു ചോദ്യമാണത്. പിന്നെ സമീപകാലത്ത് ഇടതുപക്ഷത്തിൻ്റെ പോലും ഇപ്പോൾ UDF ചർച്ചയില്ല, UDF പണം ഒരു ഘടകം തന്നെയാണ് പണ്ടും. പക്ഷെ സമീപകാലത്ത് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിൽ എന്നും ഈ വാദം വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് CPM-ൻ്റെ സീറ്റുകൾ 3-4 സീറ്റ് പേയ്മെൻ്റ് ആയിരിക്കും. പേയ്മെന്റ് സീറ്റുകളിൽ ധാരാളമായിട്ട് ആരോപണങ്ങൾ വന്നല്ലോ. പല സീറ്റ് തിരുവനന്തപുരത്ത് വന്നിട്ടുണ്ട്, CPI-യുടെ പേരിലായിരുന്നു. തിരുവനന്തപുരത്ത് CPI-യുടെ പേരിൽ അങ്ങനെ ആരോപണം വന്നു. കൊല്ലത്ത് CPM-ൻ്റെ പേരിൽ വിജയൻ പിള്ളയുമായി ബന്ധപ്പെട്ട് വന്നു. വന്നിട്ടുണ്ട്. മലപ്പുറത്ത് മലബാറിലും വന്നിട്ടുണ്ടത്. മലപ്പുറത്ത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രധാനപ്പെട്ട സീറ്റുകൾ പലതും, പ്രത്യേകിച്ച് പെരിന്തൽമണ്ണ ഇടതുപക്ഷം ജയിച്ചിട്ടുള്ള സീറ്റാണ്. വി ശശികുമാർ പാർട്ടി ചിഹ്നത്തിൽ ജയിച്ചു വന്ന സീറ്റാണ്. ആ സീറ്റിൽ മുഹമ്മദ് മുസ്തഫ എന്ന് പറയുന്ന ഒരു പണക്കാരന് സീറ്റ് കൊടുത്തു. അയാൾ ആരാണെന്ന് വെച്ചാൽ അയാൾക്ക് മുനിസിപ്പൽ ചെയർമാൻ ആവണം, മലപ്പുറത്ത് മുനിസിപ്പൽ ചെയർമാൻ ആവണം എന്ന് തോന്നിയപ്പോൾ ലീഗിനോട് സീറ്റ് വാങ്ങി ജയിച്ച് അവിടെ മുനിസിപ്പൽ ചെയർമാനായ ഒരാളാണ്. അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് MLA ആവണമെന്ന് തോന്നിയപ്പോൾ ലീഗ് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ വിൽക്കാൻ സീറ്റില്ല, LDF പോയി. അങ്ങനെ ഇടതുപക്ഷത്തിനെ സമീപിച്ചു. ഇടതുപക്ഷത്തിന് ജയിക്കാമായിരുന്ന ഒരു പക്ഷേ ശശികുമാറിനെ പോലെ ഒരു ലീഡർ നിന്നാൽ സ്വാഭാവികമായിട്ട് ജയിച്ചു പോകാവുന്ന സീറ്റ് മുഹമ്മദ് മുസ്തഫക്ക് കൊടുത്ത് തോറ്റു എന്ന് പറഞ്ഞാൽ ശരി. അങ്ങനെ ഉണ്ടായത്. പെരുന്തൽമണ്ണ സീറ്റ് കേസ് നടക്കുന്നുണ്ട്, ഇലക്ഷൻ കേസ് നടക്കുന്നുണ്ട്, കാശ് കിട്ടി. നജീബ് കാന്തപുരം എന്ന് പറയുന്ന ഒരാളെ തോൽക്കുന്ന സീറ്റുകളിൽ ബലി കൊടുക്കുന്നത് പോലെ മുസ്ലിം ലീഗ് കോഴിക്കോട്ട് നിന്ന് കൊണ്ടുവന്ന് ഇറക്കുമതി ചെയ്ത് പെരുന്തൽമണ്ണ നിർത്തി. അവൻ്റെ മഹാഭാഗ്യത്തിനും CPM-ൻ്റെ സ്വയംകൃത അനർത്ഥം കൊണ്ട് ആ സീറ്റ് പോയി. അതാണ് പെരിന്തൽമണ്ണയിൽ ഇപ്പോൾ നടക്കുന്നത്. അതുകൊണ്ട് ഈ പേയ്മെൻറ്റ് സീറ്റുകൾ എന്ന് പറയുന്നത് പണ്ട് ഇപ്പോൾ ഞങ്ങളുടെ കൊണ്ടോട്ടി സീറ്റ് അങ്ങനെ ഒരു വലിയ മുതലാളിക്ക്, ഒരു NRI മുതലാളിക്കാണ്, സുലൈമാൻ ഹാജി എന്ന് പറയുന്ന NRI മുതലാളിക്ക്. അത് പിന്നെ ജയിക്കാനുള്ള സീറ്റ് അല്ല എന്ന് വിചാരിക്കാം. പ്രതീക്ഷയിനേക്കാളും കൂടിയ മാർജിനിൽ അദ്ദേഹം തോറ്റു. അതൊക്കെ അതുകൊണ്ട് പേയ്മെന്റ് സീറ്റ് ഇടതുപക്ഷത്ത് ഒരു അത്ഭുതമൊന്നുമല്ല. ചില മുതലാളിമാർക്കൊന്ന് സന്തോഷിക്കാനുള്ള വേദി കൂടിയാണ് ഇലക്ഷൻ. എപ്പോഴും അങ്ങനെയാണ്. മുതലാളിമാർക്ക് രണ്ട് കാര്യങ്ങളാണ്. മുതലാളിമാർ ആലോചിക്കുന്നത്, ഞാൻ ഈ മുതലാളിമാരിൽ പലരോടും ചോദിക്കാറുണ്ട്, അവർക്ക് ജീവിതത്തിൽ പണം വേണ്ട, ജനങ്ങളെ സേവിക്കാനുള്ള വലിയ ത്വരയൊന്നും അവർക്ക് ഇല്ലതാനും. പിന്നെ എന്താ ഉള്ളത്? ആകെ വേണ്ടത് ഫെയിമാണ്, ഒരു പേര്. യശപ്രാർത്ഥികളാണ് ഇവരൊക്കെ. അപ്പോൾ അവർക്ക് സ്ഥാനാർത്ഥികളാണ്. അപ്പോൾ ഒരാൾ ഇപ്പോൾ ഒരു സീറ്റിന് വേണ്ടി കോടികൾ ചെലവഴിച്ചു. എന്തിനാണ് ഈ കാശ് മുഴുവൻ കളയുന്നതെന്ന് ചോദിച്ചാൽ, കേരളത്തിലെ 140 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളോടൊപ്പം ഞാനൊരു സ്ഥാനാർത്ഥിയാണ്. ജീവചരിത്രം എഴുതുമ്പോൾ അത് എഴുതി വെക്കാനാണ്. മണ്ഡലത്തിൽ മത്സരിച്ചിരുന്നു, സ്ഥാനാർത്ഥിയാണ്. അതെ, പ്രാഞ്ചികളാണ് അവരൊക്കെ മഹാഭൂരിപക്ഷം. പക്ഷേ ഒരു കാര്യം, ഇതിനകത്ത് വേറൊരു അണ്ടർ കറന്റ് ഉണ്ടോ? കാരണം സമസ്ത എന്ന് പറയുന്ന സംഘടന കേരളത്തിൻ്റെ സാമൂഹിക ജീവിതത്തിലും ഭരണത്തിലും പാർട്ടിയിലുമൊക്കെ ഇടപെട്ട് തുടങ്ങിയിട്ട് ഒരു 5-10 വർഷമായി ആകുന്നുള്ളൂ. സജീവമായി വലിയ പിടിയാണ്. സമസ്ത എന്ത് വിചാരിക്കുന്നു അത് ഇടതുപക്ഷ സർക്കാർ, പിണറായി സർക്കാർ ചെയ്തു കൊടുക്കും. EK വിഭാഗത്തിൻ്റെ ഒരു പിന്തുണ ഹംസയ്ക്കുണ്ട്. അവരുമായി ചർച്ച നടത്തിയിട്ടാണ്, സമസ്തയുടെ പിന്തുണയുമായാണ് ഹംസ സ്ഥാനാർത്ഥിയാവുന്നത് എന്നൊരു വാർത്തയുണ്ട്. അത് സാധ്യതയുണ്ട്. കാരണം അത് പക്ഷേ ഹംസക്ക AP വിഭാഗത്തിന്, ഹംസക്ക സുന്നികളുടെ ഒരു നേതാവാണ്, സുന്നികളുടെ ഒരു വക്താവാണ്. സുന്നികൾക്ക് ധാരാളമായി കാശ് കൊടുക്കുകയും അവരെ വലിയൊരു സഹായിക്കുകയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പൊതുപ്രവർത്തകനാണ്, വലിയ ബിസിനസ്സുകാരനാണ്, കാശുള്ള ആൾ, അറിയാലോ. അപ്പോൾ അത്തരക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ബന്ധങ്ങളുണ്ട്. ഇപ്പോൾ പക്ഷേ ഹംസക്ക സ്ഥാനാർത്ഥിയാവുക എന്ന് പറഞ്ഞാൽ എപ്പോഴും ഉണ്ടാകുന്ന ഇവരുടെ ഒരു വികാരം, അറിയപ്പെടുന്നൊരു സുന്നി സ്ഥാനാർത്ഥി വരിക എന്നുള്ളതിൽ EK വിഭാഗം സുന്നിക്ക് തീർച്ചയായും താല്പര്യം ഉണ്ടാവും. EK വിഭാഗം സുന്നികളുടെ കൂടെ ആയിരിക്കുമല്ലോ ഹംസക്ക നിന്നിട്ടുണ്ടാവും ലീഗായിരിക്കുമ്പോൾ. ഇപ്പോൾ EK വിഭാഗം സുന്നിയിലും അതേ വികാരമുണ്ട്. അപ്പോൾ രണ്ടു കൂട്ടർക്ക് സമസ്തയിൽ കുഞ്ഞാലിക്കുട്ടിക്കെതിരെ ഒരു വികാരമുള്ള ഒരു വിഭാഗമുണ്ട്, വലിയ തോതിലുണ്ട്. അത് അടുത്ത കാലത്ത് ശക്തിപ്പെട്ട് വന്നിട്ടുണ്ട്. മാത്രമല്ല അത് കുഞ്ഞാലിക്കുട്ടിക്കെതിരെയുള്ള വികാരം വന്ന് അത് പാണക്കാട് കുടുംബത്തിനും എതിരായി പ്രത്യക്ഷമായി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. പാണക്കാട് കുഞ്ഞാലിക്കുട്ടിയുടെ ഉപദേശപ്രകാരം പാണക്കാട് തങ്ങളാണല്ലോ ഹംസയെ പുറത്താക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഹംസക്കാർക്കും ആ വിരോധം ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ അവർക്കെതിരായി അവർ പുറത്താക്കി. മാത്രമല്ല സമീപകാലം കൊണ്ട് നോവെയർ ഹംസക്ക എവിടെയില്ലാത്ത വിധത്തിൽ പോയിരുന്നു. രാഷ്ട്രീയമായ പുനർജന്മമാണ്. അപ്പോൾ ഹംസക്കാർക്ക് രാഷ്ട്രീയത്തിൽ തിരിച്ചു വരുന്നു. മാത്രമല്ല
സമസ്തയുടെ കൂടി പിന്തുണയോടുകൂടി വരുന്നു. ജയിക്കാനൊന്നും അല്ലെങ്കിൽ പോലും അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ പുനർജന്മം കൊടുത്തതിൽ ഈ സമസ്ത ലീഗിൽ നിന്നാൽ കിട്ടാത്ത ഒരു പാർലമെന്റ് സീറ്റിൽ മത്സരിക്കാൻ അവസരം ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല. കുഞ്ഞാലിക്കുട്ടിയുടെയൊക്കെ ഒരു ലീഡർഷിപ്പിൽ KS ഹംസയെ പോലെ ഒരാൾ ഒരു കാരണവശാലും ആകെ 2 സീറ്റാണ് ഉണ്ടാവുക ലീഗിന്. അല്ല, സമസ്തയും CPM-മായി ചർച്ച നടത്തിയിട്ടുണ്ടെങ്കിൽ സമസ്തയ്ക്ക് ആദ്യമായി ഇന്ത്യൻ പാർലമെന്റിൽ ഒരു പ്രതിനിധി ഉണ്ടാവാൻ സമസ്ത തീരുമാനിച്ചാൽ ഹംസ ജയിക്കുമോ? ഇല്ല, യാതൊരു സാധ്യതയില്ല. എന്താ കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ ആ സമസ്ത തീരുമാനിച്ചിട്ടാണ്, സമസ്ത എന്ന് വെച്ചാൽ AP വിഭാഗം സമസ്ത തീരുമാനിച്ചിട്ടാണ് ഡോക്ടർ ഹുസൈൻ രണ്ടത്താണ് ഇവിടെ മത്സരിച്ചത്. മാത്രമല്ല അന്നത്തെ വലിയ ഭീകരവാദിയായ അബ്ദുൽ നാസർ മദനിയൊക്കെ പരസ്യമായി വേദിയിൽ വന്ന് അദ്ദേഹത്തിന് വേണ്ടി ക്യാമ്പയിൻ നടത്തിയിട്ടുണ്ട്. പൊന്നാനി മണ്ഡലത്തിന് ഒരു കുഴപ്പമുണ്ട്. ആ മണ്ഡലത്തിലെ ഒരു ജനപ്രതിനിധിയെ, ഒരു സ്ഥാനാർത്ഥിയെ അമിതമായി മതവൽക്കരിച്ചാൽ പൊന്നാനിയുടെ മനസ്സ് തോൽപ്പിച്ചു കളയും. ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം വോട്ടർമാർ തന്നെ മറിച്ചു കൂട്ടി ചെയ്യും. പൊന്നാനിക്കാർക്ക് അത് ഇഷ്ടമല്ല. കമ്മ്യൂണലായി ഒരു മതത്തിന്റെ ചിഹ്നം ഒക്കെയായി വന്നിട്ട് ഇതൊരു പുതിയ അറിവാണ്, വളരെ കൃത്യമാണ്. മറ്റ് സ്ഥലങ്ങളിലുള്ള ആളുകൾ പൊന്നാനിക്കാരെ കുറിച്ച് പറയുന്ന കടുത്ത മതവിശ്വാസികളും മതപരമായി ചിന്തിക്കുന്നവരുമാണ് എന്നാണ് പൊതുവെ. ഒന്നുമല്ല സാർ, ഒന്നുമല്ല. അവിടുത്തെ പൊന്നാനിയിലെ ഏറ്റവും വലിയ ആത്മീയതാവ്, പൊന്നാനിയിൽ നിന്ന് കേരളത്തിനും മലബാറിനും ഇന്ത്യക്കൊക്കെ കിട്ടിയ ഏറ്റവും വലിയ നേതാവ് സെയ്ദ് മഖദൂമാണ്, ഷെയ്ഖ് സൈനുദ്ദീൻ മഖദൂം. 15-ാം നൂറ്റാണ്ട് പോർച്ചുഗീസുകാർ വന്ന കാലത്ത് മുഴുവൻ മനുഷ്യരെ ഒന്നിപ്പിച്ചിട്ട് സാമൂതിരി മഹാരാജാവിന് വേണ്ടി പോർച്ചുഗീസുകാർക്കെതിരായി കലാപം നയിച്ച വലിയ, ഇന്നത്തെ പോലെ ഒന്നുമല്ല, ഒരു ആത്മീയ നേതാവ് പ്രഖ്യാപിച്ചാൽ നടപ്പാക്കും. ആ പാരമ്പര്യമുണ്ട് അവരെന്ന് പറഞ്ഞാൽ. ഈ നാട് അത് വല്ലാത്തൊരു ആഹ്വാനമാണത്. അങ്ങനെ ഒരു നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല ഇന്ത്യ ചരിത്രത്തിൽ, അതിന് മുമ്പും പിമ്പും ഉണ്ടായിട്ടില്ല. ഈ നാട് സാമൂതിരി മഹാരാജാവ് ഭരിച്ചാൽ മതി, ലോകത്തിലെ ഏത് മുസ്ലിം രാജ്യത്തെക്കാളും സുരക്ഷിതമായി മുസ്ലിങ്ങൾക്ക് ജീവിക്കാവുന്ന നാടാണിത്, ഇവിടെ ഇനി ഒരു ഇസ്ലാമിക രാഷ്ട്രം ആരും സ്ഥാപിക്കേണ്ടതില്ല. ഈ രാജ്യത്തെ സാമൂതിരി മഹാരാജാവിനെ ആക്രമിക്കാൻ ആര് വന്നാലും, അത് ലണ്ടനിൽ നിന്ന് വന്നാലും മൈസൂരിൽ നിന്ന് വന്നാലും വരത്തനാണ്, അവനെ ഞങ്ങൾ നേരിടും. ഹൈദരാലിയെയും ടിപ്പുവിനെ നേരിട്ടവരാണ് അവര്. വാരിയംകുന്നത്ത് കുഞ്ഞാമദാജി തിരൂര് വരെ വന്നു, ചമ്രവട്ടം വരെ വന്നു, പൊന്നാനിക്ക് കടന്നു പോരെന്ന് പറഞ്ഞു. ആരൊക്കെ? അവിടുത്തെ വലിയ കാളിമാരും പണ്ഡിതന്മാരും ഒരുമിച്ച് പ്ലസ് കേളപ്പജിയും ഒരുമിച്ച് ഒരു വെളിച്ചമാണല്ലേ, വലിയ വെളിച്ചമാണ്. വലിയ മാത്രമല്ല, നിങ്ങൾ ഏത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പെടുത്തോളൂ. ഞാൻ ഭയപ്പെട്ടതാണ് അബ്ദുൽ നാസർ മദനി വന്നിട്ട് പിണറായി വിജയനോടൊപ്പം വേദി പങ്കിടുക, ഹുസൈൻ രണ്ടത്താണി എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയെ AP അബൂബക്കർ മുസ്ലിയാർ അവതരിപ്പിക്കുക. പൊന്നാനിയുടെ നിറം മാറിയില്ല. പൊന്നാനി സ്ട്രോങ് ആയിട്ട് നിന്നു. ലീഗ് ആയിക്കോട്ടെ, ഞാൻ പറഞ്ഞില്ല, ജയിച്ചത് UDF അല്ലേ, അപ്പുറത്ത് ആരെയാണോ സ്ഥാനാർത്ഥി അവരെ ജയിപ്പിക്കുക. പക്ഷേ പൊന്നാനിയുടെ സ്വഭാവം കാണിച്ചു പൊന്നാനി. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ KS ഹംസയിൽ ആര് വന്നാലും സംഭവിക്കാൻ പോകുന്നത് മറിച്ച് പൊന്നാനി അതിന്റെ പാരമ്പര്യം നിലനിർത്തും. പക്ഷെ ഒരു അപകടം KS ഹംസ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ലീഗായിരുന്നെങ്കിലും അദ്ദേഹം അത്ര വലിയ ഫണ്ടമെന്റലോ വർഗീയവാദിയൊന്നും അല്ല. പക്ഷെ അപ്പുറത്ത് മുസ്ലിം ലീഗിന്റെ സംരക്ഷണയിൽ നിന്നു പോകുന്ന കേരളം കണ്ട വലിയ വർഗീയവാദിയായ ഒരാളാണ് അവിടെ നിർത്താൻ പോകുന്നതെന്ന് കേൾക്കുന്നു. നമുക്ക് ചർച്ച ചെയ്യാൻ സമയമായിട്ടില്ല, തീർച്ചയായും ചർച്ച ചെയ്യണം. അവിടെ സുരക്ഷിതമായി ഇപ്പോൾ ഈ ലീഗിലെ ഗ്രൂപ്പിസം, കുഞ്ഞാലിക്കുട്ടി പക്ഷവും വിരുദ്ധ പക്ഷവും, അങ്ങനെ വരുമ്പോൾ പൊന്നാനി തമ്മിൽ ഭേദം ഹംസ എന്ന് തീരുമാനിച്ചാലോ? അങ്ങനെ തീരുമാനിക്കുമെങ്കിൽ ചരിത്രം മാറും. അത് ഗുണപരമായ മാറ്റമായിരിക്കും. അത് തീർച്ചയായിട്ടും ഗുണപരമായിട്ട്. ഞാൻ പറയുന്നത് ഇപ്പോൾ കേൾക്കുന്നതനുസരിച്ചാണെങ്കിൽ മുസ്ലിം ലീഗിൽ ഈ ഉള്ള നിലവിലുള്ള MP-മാരുടെ മണ്ഡലങ്ങൾ വെച്ച് മാറുന്നു എന്നൊക്കെ കേൾക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഹംസ ആയിരിക്കും ഫാർ ബെറ്റർ. അങ്ങനെയാണെങ്കിൽ ഹംസ തന്നെ ജയിക്കട്ടെ തീർച്ചയായിട്ടും. എത്രയോ ഭേദമാണ്, അത് സംശയം എനിക്കില്ല. കാരണം എനിക്ക് ഈ രണ്ടുപേരെ അറിയാവുന്നതുകൊണ്ട്. നമ്മൾ ആ പേയ്മെന്റ് എന്നൊക്കെ പറഞ്ഞ് മായ്ച്ചു കളയാം. ആ പേയ്മെന്റിനെ കുറിച്ചും കുറ്റപ്പെടുത്തുന്ന കാര്യമില്ല സാറേ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ പേയ്മെന്റ് നമുക്കൊരു മതനിരപേക്ഷ കാഴ്ചപ്പാടുള്ള ഒരു സ്ഥാനാർത്ഥി ജയിക്കുമെങ്കിൽ അത് ഹംസയായാലും കുഴപ്പമില്ല. അല്ലല്ല, കാശ് കൊടുത്തിട്ടാണെങ്കിൽ അങ്ങനെ ഒരാൾ വരും. അതെ, എന്താ കുഴപ്പം? അതിന് പൊന്നാനിക്കാർ ആലോചിച്ച്, പൊന്നാനിക്കാർക്ക് എനിക്ക് തോന്നുന്നു അവരുടെ ഏറ്റവും വലിയ ടോക്കൺ, ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡം മതനിരപേക്ഷതയാണ്. കമ്മ്യൂണലായി ആ ജനതയുടെ മുമ്പിൽ ചെന്ന് നിന്നാൽ ജയിക്കില്ല. അപ്പോൾ ഹംസയെ നമ്മൾ എഴുതി തള്ളണ്ട. തീർച്ചയായിട്ടും. ഹംസ ചിലപ്പോൾ മതേതരത്വത്തിന്റെ ഒരു ഹംസമായി പറഞ്ഞേക്കും. വരട്ടെ, നമുക്ക് കാത്തിരിക്കാം. കാരണം എന്താ വെച്ചാൽ പൊന്നാനി അങ്ങനെ മാറ്റം വരുത്തുമെങ്കിൽ നല്ലതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഈ പൊന്നാനിയുടെ ഇപ്പോൾ ഫോർ ദ ടൈം ബീയിങ് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥ. അല്ല, മാഷ് പറഞ്ഞതുപോലെയുള്ള ഒരു പ്രതീക്ഷ നൽകുന്നൊരു സ്ഥാനാർത്ഥിയാണെങ്കിൽ നമുക്ക് മറ്റെല്ലാം മാറ്റിവെക്കാം. കടുത്ത വർഗീയവാദിയായ ഒരാൾ UDF-ന്റെ ലെവലിൽ വന്നാലും അതിനെ ജനാധിപത്യ കേരളം പൊന്നാനി ഉൾക്കൊള്ളിടുന്ന കാര്യമില്ല. ഞാനിതിൽ കാണുന്നൊരു പ്രത്യേകത ഇതാണ്. സമീപകാലത്തെ ഈ ചർച്ച തുടങ്ങിയിട്ട് കുറച്ചായല്ലോ. പൊന്നാനി ആര് എന്ന ചർച്ച മലപ്പുറത്തും പരിസരത്തൊക്കെ തുടങ്ങിയിട്ട് കുറേയായി. നമ്മുടെ രാഷ്ട്രീയ ഉപശാലകളിൽ ഈ ചർച്ച വളരെ സജീവമായിരുന്നു. ഞാൻ കേട്ട 2 പേരുകൾ ഇപ്പോൾ നമുക്ക് മെൻഷൻ ചെയ്തുകൂടാ.
കേട്ടിരുന്നത് ഒന്ന് മുസ്ലിം ലീഗിനകത്ത് വെച്ചുമാറ്റം നടക്കാൻ പോകുമ്പോൾ പൊന്നാനിയിൽ ആര് വരും എന്ന് നമുക്ക് ഏതാണ്ട് ഊഹിക്കാൻ പറ്റി. അങ്ങനെ ഒരു സ്ഥാനാർത്ഥി വന്നാലും ഇടതുപക്ഷത്ത് കേട്ടിരുന്ന പേരുകൾ, കെ സംസയുടെ പേര് സമീപകാലം വളരെ ഏതാനും ദിവസങ്ങളെ പെട്ടെന്ന് വന്നതാണ്. അതിനു മുമ്പ് കേട്ടിരുന്ന പല പേരുകളുണ്ട്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാൻ പറ്റും, ഇടതുപക്ഷത്ത് കേട്ട ഒടുവിൽ വരെ കേട്ടിരുന്ന പേരിനേക്കാൾ മുസ്ലിം ലീഗിൽ ഇപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്ന പ്രഖ്യാപിക്കാനിരിക്കുന്ന പേരിനേക്കാൾ, പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ മാറ്റം വന്നാൽ നമുക്ക് അപ്പം ചർച്ച ചെയ്യാം, എത്രയോ ഭേദമാണ് കെ സംസ. യാതൊരു സംശയവുമില്ല. കെ സംസ മുസ്ലിം ലീഗിനകത്ത് ഫൈറ്റ് ചെയ്തിട്ടുണ്ടാവും. കുഞ്ഞാലിക്കുട്ടിയോട് പോലും അദ്ദേഹം ഫൈറ്റ് ചെയ്തത് തീർച്ചയായിട്ടും കോസിന് വേണ്ടിയിട്ടാണ്. ബേസിക് ആയിട്ടുള്ള ചില കോസ്, ആശയപരമായ പ്രശ്നങ്ങൾ, അഴിമതിയുടെ പ്രശ്നം, വർഗീയതയുടെ പ്രശ്നം, മൊറാലിറ്റിയുടെ പ്രശ്നം, കുറ്റകൃത്യങ്ങളുടെ പ്രശ്നം, മാഫിയകളുടെ പ്രശ്നം, ഇത്തരം കുറേ കാര്യങ്ങൾക്കായി ആണല്ലോ അദ്ദേഹം ചർച്ച ചെയ്തത്. അപ്പോൾ അത് നമ്മൾ കേട്ടതാണ്. ആ ചർച്ചയ്ക്ക് അന്ന് അദ്ദേഹം തന്നെ പല വേദികളിൽ ഉന്നയിച്ചതുമാണ്. അതുകൊണ്ട് അത്തരം ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ധാർമ്മികതയുടെ പേരിൽ അഴിമതിക്കെതിരായ പോരാട്ടം, മതനിരപേക്ഷതയുടെ ഒരു സ്വഭാവം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉടനീളമുണ്ട്. ബേസിക്കലി അദ്ദേഹം ബിസിനസ്സുകാരനാണ്. അല്ല, അതെല്ലാം കണ്ടിട്ടാണ് CPM സീറ്റ് കൊടുത്തതെങ്കിൽ അതിനെ നമ്മൾ പ്രശംസിക്കണം. തീർച്ചയായിട്ടും ഇതൊക്കെ അറിഞ്ഞു, ഇത് മനസ്സിലാക്കിയിട്ട് ഒരു പക്ഷേ സി പി എമ്മിൻ്റെ കയ്യിൽ വന്ന ഓപ്ഷൻസിൽ ഫാർ ബെറ്ററാണ് കെ സംസ്ഥാനം തോന്നിയിട്ടുണ്ടാവും പല കാരണങ്ങളാൽ. പിന്നെ മാത്രമല്ല പാർട്ടിക്ക് ഇലക്ഷൻ നടത്താനുള്ള ഫണ്ടും അദ്ദേഹത്തിൻ്റെ കയ്യിൽ നിന്ന് കിട്ടും. തീർച്ചയായും അതൊരു കുറ്റമൊന്നുമല്ല, അദ്ദേഹത്തിന് കൊടുക്കാൻ കഴിയും. അല്ലെ, തമിഴ്നാട്ടിൽ DMKയുടെ നിന്ന് ഫണ്ട് മേടിച്ചിട്ടാണ് CPM മത്സരിച്ചത്. CPM വാങ്ങി. അതെ, അത് നേരത്തെ ആരോപണങ്ങൾ വന്നതാണ്. ആരോപണമല്ല, അഡ്മിറ്റ് ചെയ്താണ്. അത് മാത്രമല്ല AICC ഇലക്ഷൻ കമ്മീഷന് കൊടുത്ത സ്റ്റേറ്റ്മെന്റിലുണ്ട്. അതെ, അത് പലപ്പോഴും വരാറുണ്ട്. അത് തീർച്ചയായിട്ടും വരുമല്ലോ. അതുകൊണ്ട് ഇലക്ഷൻ ഫണ്ട് എന്നുള്ളത് നമ്മൾ ചർച്ചയാക്കണ്ട. പിന്നെ പാർട്ടിക്ക് കാശ് കൊടുത്തിട്ടായാലും അല്ലെങ്കിൽ കെ സംസം മത്സരിക്കുന്നതിനെ പൊന്നാനി മണ്ഡലത്തിന്റെ ഒരു ഫാബ്രിക് വെച്ച്, പൊന്നാനി മണ്ഡലത്തിന്റെ ഒരു ലക്ഷണം വെച്ച്, പൊന്നാനി മണ്ഡലത്തിന്റെ ഒരു സംസ്കാരം വെച്ച് അത് ഉയർത്തിപ്പിടിക്കാൻ ഇന്ന് നമ്മുടെ മുന്നണികളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള സ്ഥാനാർത്ഥികളിൽ എന്തുകൊണ്ടും ഭേദമാണ് കെ സംസം. അത് പൊന്നാനി തിരിച്ചറിയുമായിരിക്കും. പൊന്നാനി തിരിച്ചറിയട്ടെ, നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.